ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്ന് വെളിച്ചമുള്ള സമയത്ത്, അതായത് ഇന്നെങ്കിലും പകൽ വെളിച്ചം കാണുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമായി ഞാൻ ഇന്നലെ വന്ന് കിടന്നുറങ്ങിയ ഞാനാണ് ഗൈസ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രകൃതി സമ്മതിക്കുന്നില്ല. പ്രകൃതി എന്തോ കൊണ്ടോ നമ്മളിന്ന് പകൽ വെളിച്ചം കാണാൻ സമ്മതിക്കുന്നില്ല. കുറേ നാളുകളെ പകൽ വെളിച്ചം ഇന്ന് പുറത്തിറങ്ങി വീഡിയോ എടുത്തിട്ട് സമ്മതിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മൊത്തം മൂടിക്കെട്ടിയ അന്തരീക്ഷം, നല്ല തണുത്ത കാലാവസ്ഥ, നല്ല ആൽക്കഹോളിക് വെതറാണ്. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോട്ടെ, സാരമില്ല. എന്തായാലും സാരമില്ല. നമ്മൾ ഇന്ന് എന്തായാലും മഴയൊക്കെ അവഗണിച്ച്, മഴ ഇപ്പോൾ അവഗണിച്ചില്ല, മഴ ഇപ്പോൾ തൽക്കാലം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് പോസ്റ്റ് അടിക്കാൻ വയ്യ. സോ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്താകും ഏതാകുന്ന ഐഡിയ ഇല്ല. ഞാനൊരു ചെറിയൊരു സൺഡേ വ്ലോഗാണ് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പുറത്തേക്ക് പോകാം. എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗസ് ചെയ്യാമല്ലോ എവിടെ ഇരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ അവിടെ ലൂപ്പിലേക്ക് നേരെ പോകാം. അവിടെ ആരൊക്കെയാണെന്ന് അറിയില്ല, എന്തെങ്കിലും പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ കൂടെ ഇപ്പോൾ പുതിയ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാഷിർ 140p ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചാണ് അജ്മലിക്ക് എന്ന് പറഞ്ഞാൽ, അജ്മലിക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ കണ്ട ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസം കൊണ്ട് 7 മില്യൺ അടിച്ച വീഡിയോയുടെ ഒരു മറ്റേ ഡ്രസ്സിന്റെ ടൈപ്പ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ അഭിനയിച്ച അജ്മലിക്കയാണിത്. അജ്മലിക്ക അതായത് നമ്മുടെ സ്റ്റേഡിയത്തിലുണ്ട്. ഒരു ചായ കുടിക്കണമല്ലോ. ചായ കുടിക്കണോ ഡെസേർട്ട് കഴിക്കണം? ഇവിടെ എന്താ ജിജിറ്റും ഡെസേർട്ടൊക്കെ സൂയില ഫ്ലോപ്പാണോ? അപ്പോൾ വേണ്ട. അപ്പോൾ നമുക്ക് മിൻറ്റ് കട്ടൻ കുടിക്കാം. നിന്റെ മൗണ്ട് ഔട്ട് ഇരിക്കുന്നു വേണ്ടേ? കോഫി പറഞ്ഞോ? അന്ന് ഞാനൊരു മിൻറ്റ് കട്ടൻ പറയാം. മിൻറ്റ് കട്ടണം എന്തെങ്കിലും പറയാം. ഇവിടെ വന്നാൽ ഇങ്ങനെ ഒരു മിൻറ്റ് കട്ടൻ കുടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ ഉറപ്പാ. അതാ വലിയ അവസ്ഥ. ഇപ്പം അജ്മലിക്ക് വിറക്കുന്നുണ്ട്. തണുപ്പല്ലേ, അജ്മലിക്ക് വിറക്കും. ജോയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം. കറക്റ്റ് എക്സാക്ട് ഹാഷിറാണ് വരുന്നത്. നമ്മളെന്തായാലും ഒരു മിൻറ്റ് കട്ടൻ പറയട്ടെ. എക്സ്ക്യൂസ് മീ, ഒരു മിൻറ്റ് കട്ടൻ. ഒരു മിൻറ്റ് കട്ടൻ. മൈൻഡ് പോലും ചെയ്തില്ല. ഡിസപ്പോയിന്റ്. തരാതെങ്കിലും പറഞ്ഞില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഡെയിലി കാണുന്നതല്ല, അത് കാരണം നല്ലതാണ്. എന്തായാലും മിൻറ്റ് കട്ടൻ പറയട്ടെ. എടാ ഇന്നെങ്കിലും കേട്ടറാ, ഇന്നെങ്കിലും പകൽ വിളിച്ചിട്ട് പുറത്തിറങ്ങാന്ന് പറഞ്ഞിരുന്നതാണ്. ഞാനല്ല, ഞാൻ ഇറങ്ങി. നീ ഇറങ്ങി. ഞാൻ പകൽ വിളിച്ച് നടക്കൂല, സമ്മതിക്കില്ല. എന്തൊരു അവസ്ഥയാണത്. എന്നിട്ട് മിൻറ്റ് കട്ടൻ പറ്റേ വന്നു കഴിഞ്ഞാൽ ഒരു മിൻറ്റ് കട്ടൻ. ഇവിടുത്തെ മിൻറ്റ് കട്ടൻ കുടിക്കുമ്പോൾ പിന്നെ അവൻ അജ്മലിക്ക് കോഫീനെ കുടിക്കില്ല. ഡയറ്റ് ആയിരുന്നു, കോഫീനെ കുടിക്കില്ല. മുർഷി കോഫി, ഞാനൊരു മിൻറ്റ് കട്ടൻ. ഇത് റീല് വരും. ഇതാരുടെ വീഡിയോ കോൾ കളിക്കുന്നത്? ആരടാ? ഒരു മിനിറ്റ്. എനിക്ക് അതിൻ്റെ കോൾ വന്നു. അയത്തെ വിളിച്ചോണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞു തരാം. നമ്മൾ കുറേ നേരം വെറുതെ കുത്തിയിരുന്നു. എന്തിനാണെന്തോ ആരുമില്ല. ഞാനും മുർഷി, ഫൗമി, അവനെ എത്രയും പേരൊക്കെ ഉള്ളു. പിന്നെ അജ്മലിക്കൊക്കെ ഉള്ളു. നമ്മൾ ഇത്രയും 4 പേരുള്ളു. നമ്മുടെ ജോയിൽ വരാമെന്നുണ്ട്, അവനെ കണ്ടില്ല. മഴ കാരണം എന്താ ആളുമില്ല, തിരക്കില്ല, ഒന്നുമില്ല. മൊത്തത്തിനും മടുപ്പ് സീൻ. അപ്പം നമ്മളെന്ത് വിചാരിച്ച്, സാധാരണ 2 റൗണ്ട് കണക്കാണ്. അപ്പം അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കപ്പലിക്കാരനെയും കാണുന്നില്ല. 2 റൗണ്ട് നടക്കുക. മഴ നല്ലില്ല. അങ്ങനെയാണ്. മഴ വരുമ്പോഴത്തേക്ക് എല്ലാം മടുപ്പാണ്. സൺഡേ കൂടെ ആണെങ്കിൽ എല്ലാം കിടന്ന് ഉറക്കമൊക്കെ ഇരിക്കും. ആരുമില്ല. എന്ത് ചെയ്യാ, നടക്കട്ടെ. നടക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാ. അങ്ങനെ ഇരുന്ന് ഒരുപാട് നേരത്തെ പേഴ്സിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിരിക്കുകയാണ്. മുർഷിയും ഫഹമിയും ഡ്രസ്സ് എടുക്കാൻ എന്താ പോയി. അപ്പോൾ നമ്മളെടുത്തപ്പോഴത്തേക്ക് റഹ്മാനും അജ്മലും അവരോടത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലുണ്ട്. ഫേമസ് ഞങ്ങൾ അജ്മലിക്ക കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. നമ്മൾ അജ്മലിക്ക കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. അജ്മലിക്ക ഞങ്ങൾ ഇതേ സിനിമ റഹ്മാനെ അടുത്ത സിനിമയിൽ അജ്മലിക്കൊക്കെ ഞാൻ ചാൻസ് വാങ്ങിച്ചു കൊടുക്കും. ഓഡീഷനെങ്കിലും പോകും അജ്മൽ. എന്റെ കമന്റ് ബോക്സിൽ അല്ല, എന്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ച് എന്റെ അഭിനയം കൊള്ളാലും പറഞ്ഞിട്ട്. അപ്പൊ ഒരാളൊന്നും പറഞ്ഞു എന്നെ കൊള്ളാൻ ചെയ്യാത്തോണ്ട്, ഇല്ലെങ്കിൽ അവരെ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. അൽഷിബ ഷിബുമോന്റെ കട തോന്നണ്ടാ. أنا روم مياه خليفة. حرام أنت كلام. أنا على طول من مكة. أنا واحد هذا بس.
هذا زيادة رياض هذا كل زيادة صح لا ഫുള്ള് ചെയ്യാതെ മിയ മിയ ايش؟ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അവരെ വെക്കുമ്പോഴൊക്കെ എല്ലാം വെയിറ്റിംഗ് ഫോർ മന്തി. ഇവിടുത്തെ പെരി പെരി അൽഫാം നല്ല എന്നുള്ളത് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ പെരി മന്തി, പെരി പെരി മന്തി ഫോർ 1 or 2 hour. മുർഷിയും ഫാമിയും അപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ വരുന്നത് അവർക്കുള്ള ഓർഡറും എടുത്തിട്ടുണ്ട്. എല്ലാം പറയുന്ന പോലെ എല്ലാം സെറ്റാണ്. എന്താ ഈ അച്ചാർ هذا مية مية മിയാമി ബീച്ചാണ്. انت عارف ريدان؟ ايش؟ مطبخ ريدان ريدان ايش؟ ടച്ചിങ്സ് പറ്റിയ സാധനം. هذا سعودي يعني يجي كيرلا നിങ്ങളോട് സംസാരിച്ചേക്ക് ഞങ്ങൾ ചൂട് മന്തി. നല്ല പുറത്ത് നല്ല തണുത്ത കാലാവസ്ഥ, പുറത്ത് നല്ല ആ ചകത്ത് നല്ല ചൂട് മന്തി. എടാ തല്ലൊടിക്കാടാ. ഓ കളറ് കണ്ട മിയ മിയ والله مية 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 والله مية مية كل مية مية شكرا هلا ഇതിൽ ആരോ ഒരാൾക്ക് പീസല് പറഞ്ഞേ ഒരു പീസ് അത് പറഞ്ഞു വരുമ്പോ പറഞ്ഞു മെമ്മറി ഫില്ലായിപ്പോഴാണ്. ചെറിയ പീസ് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ മസാല കൂടാ. മിയാമിയ ബീച്ച് എൻ്റെ മിയാമിയ ഇങ്ങനെ എടുത്ത് മുറിച്ചിട്ട് തക്കാളി എന്താ അറിയില്ല. ജിദ്ദാന്ന് ഒന്നും കൂടി ഇതായി. ഇപ്പൊ അറിയാതല്ലേ വരുന്നത്. ഇപ്പൊ റിയാദ് ജിദ്ദൊക്കെ അവസാനിച്ചില്ല. നമ്മൾ ബിരിയാണി മന്തിയും കഴിച്ച് ഇറങ്ങി. ഞാൻ നേരെ പിന്നെ ചെയ്യാമല്ലോ, മഴ മൊത്തം പഠിപ്പ്. ഞാനത് ചിന്തകൊണ്ട് സിനിമയ്ക്ക് പോയിക്കൂടെ എന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ നേരെ എത്തിക്കുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലാണ്. അപ്പം മുർഷിയും ഫാമിയും കൂടി ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, വന്നിട്ട് ബുക്ക് ചെയ്യുന്നുള്ള പ്ലാനിൽ വന്നിട്ട് നേരിട്ടൊന്ന് ബുക്ക് ചെയ്യുക എന്നുള്ള പ്ലാനിൽ ഞാൻ നേരെ വന്നാണ്. നമ്മൾ നോക്കട്ടെ ഏത് മൂവിക്കാണ് ടിക്കറ്റ് കിട്ടണം നോക്കട്ടെ. അതിന് ദൃശ്യം എന്തായാലും പോകത്തില്ല, അതിലൂടെയും പോകത്തില്ല. അപ്പോൾ വേറെ എന്താണെന്ന് നോക്കട്ടെ. ഏതെങ്കിലും പടത്തിന് പോകാമെന്നുള്ള തീരുമാനമാണ്. ഏതിന് പോകും എന്ന കൺഫ്യൂഷനാണ്. നോക്കട്ടെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് പോവാം. ടിക്കറ്റ് ഏതിനാണ് കിട്ടണം അതനുസരിച്ച് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ നേരെ മാളിൽ പോയി ടിക്കറ്റ് എടുത്ത് തരാം. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ കറുപ്പ് മൂവിക്ക് ടിക്കറ്റ് എടുക്കുക. 11:10 അതുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിനൊക്കെ ടിക്കറ്റ് ഫില്ലായിരുന്നു. അപ്പോൾ കറുപ്പിന് എടുത്തിട്ടുണ്ട്. ഇനി മുർഷിയും ഫാമിയും പറഞ്ഞു അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. 11:10 ഇപ്പോൾ തന്നെ 11:09. അയ്യോ എപ്പോഴും വരുമെന്ന്. ഇനി കയറി പറഞ്ഞാൽ ഏറ്റവും വലിയ ഇവിടെ സ്റ്റെപ്പായ സ്റ്റെപ്പ് എസ്കേട്ടർ മൊത്തം കയറി വരണം. എപ്പോൾ വരുമോ എന്തോ. അവർ ലിഫ്റ്റിനകത്ത് നിന്നാണ് ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ ലിഫ്റ്റിനകത്ത് നിൽക്കേണ്ട എസ്കലേറ്റർ എല്ലാം കയറി വരാൻ പറഞ്ഞു. അപ്പോൾ കയറി വരുന്നത് ഒരു ഫ്ലോറും കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ 11:10 ഇനി എപ്പോൾ വന്നിട്ട് എപ്പോൾ കയറണമെന്തോ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കുള്ളതാണ്. ദൃശ്യത്തിന് മാത്രം നമ്മൾ കറക്റ്റ് സമയത്ത് പോയിട്ട് പക്ഷേ ലേറ്റായിട്ട് തുടങ്ങി. ഇന്ന് മിക്കവാറും ലേറ്റായിട്ട് ചെല്ലുന്ന കാരണം നേരത്തെ പടം തുടങ്ങും. എന്തൊരു വിധിയാണ് ഇത്. അന്ന് ദൃശ്യത്തിന് വേണ്ടി 1:30 പടം തുടങ്ങിയപ്പോഴത്തേക്കും എന്തിനൊക്കെയാണെന്ന് അറിയാം. കറുപ്പ് ഞാൻ ജസ്റ്റ് എനിക്ക് ആ മൂവി കാണണം എന്നുള്ളതിൽ മാത്രമാണ് ഞാൻ പോകുന്നത്. എങ്ങനെയും എന്താണെന്ന് അറിയില്ല. പലരും പല അഭിപ്രായം പറയുന്നത്. എന്തായാലും നമുക്ക് കാണണം ആഗ്രഹം ഇപ്പോൾ കാണണം. അത് നെഗറ്റീവ് റിവ്യൂ ആയാലും പോസിറ്റീവ് ആയാലും എന്ത് റിവ്യൂ ആയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു പടം കാണാൻ ഇപ്പോൾ ഈ കാണണം. നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കാണാം. അല്ലാണ്ട് റിവ്യൂ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ റിവ്യൂ നോക്കുന്നവർക്കാണെങ്കിൽ അത് നോക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ അങ്ങനെയാണ്. ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് കാണാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി കണ്ടിരിക്കും. അത് ഏതൊക്കെ പറഞ്ഞാൽ അറിയാലും ഞാൻ പോയി കണ്ടിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയി കണ്ടിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് പോയി കണ്ടിരിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. വരുന്നുണ്ട് രണ്ടും കൂടെ. കയറി ഒന്ന് വരുമോ? എന്ത് പോകുന്നില്ല? എന്ത് പോകുന്നില്ല? ഈ അതിൻ്റെയൊക്കെ പാലഘട്ടം പോയി നിന്റെ ബിസിനസ്സിൽ വെച്ച അങ്ങോട്ട് വാ. പിന്നെ ആ ഓക്കെ ബാ. ആ ബിസിനസ്. അപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിൽ കയറി പണം കണ്ട് ഇറങ്ങിയതിന് ശേഷം വരാം. അതിൻ്റെ ഇടയ്ക്ക് വാഷ്റൂം. പടം തുടങ്ങിയിട്ടില്ല. 11:16 പടം തുടങ്ങിയിട്ടൊന്നുമില്ല.
എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി ലേറ്റ് ആയിട്ട് തുടങ്ങുന്നത്. 11:10 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 11:06 ടൈപ്പ് തന്നെ തുടങ്ങിയിട്ടില്ല. സാധാരണ ഇവിടെ എനിക്ക് തോന്നുന്നത് പണ്ട് എനിക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ലേറ്റ് ആയിട്ട് തുടങ്ങി. എന്തായാലും നമുക്ക് നോക്കാം എത്ര മണിക്ക് തുടങ്ങും നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും ഇപ്പം എന്താ മറ്റേ ബഞ്ചി ജമ്പീൻ്റെ പരസ്യമൊക്കെ കാണിച്ചോണ്ടിരിക്കുക. എന്തായാലും നോക്കട്ടെ എന്താണെന്നുള്ളത്. ഗൈസ് അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാം. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് പോകുന്നു ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ മറ്റേ മറിച്ചാണ് എങ്ങനെ ഞാൻ പലതും ചെവിക്കൊള്ളാൻ ഞാൻ നിന്നിട്ടില്ല. അത് വേറെ കാര്യം. പലരും പറയുന്നത് ചെവിക്കൊള്ളാൻ ഞാൻ നിന്നിട്ടില്ല. ചെവിക്കൊള്ളുന്ന കാര്യമില്ല. ഞാൻ അപ്പോഴും പറഞ്ഞ് എനിക്ക് കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും, ഞാൻ പോയി കാണും എന്നുള്ള ഇതിലാണ് നിന്നത്. ഒരു മറ്റേ വൈഡ് മാറ്റം ഇല്ലെങ്കിൽ ഇവിടെ പൊട്ടി നടക്കും. അപ്പം ഞാൻ കാണാൻ തോന്നിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞില്ല. അതങ്ങനെ നമ്മളുടെ സ്വന്തം ഇതിനനുസരിച്ച് നമ്മൾ പോകണം. നമുക്ക് കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകണം, അങ്ങനെ പോയി കാണണം എന്നുള്ളതുണ്ട്. പക്ഷേ ഇതിനകത്ത് പല ആൾക്കാരും പല നെഗറ്റിവിറ്റിയും ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ നെഗറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യുന്നത് കാന്താരയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാന്താരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാന്താര വേറൊരു ജോണർ, ഇത് വേറൊരു ജോണർ. കാന്താരയ്ക്ക് ഇത് കാണിക്കുന്ന ഒരു സംഭവം അത് റിയാലിറ്റിയിലുള്ള സംഭവമാണ്. അത് അങ്ങനെ തന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ റിയാലിറ്റിയിലുള്ള സംഭവം. പക്ഷെ ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു ആൾ കറുപ്പുസ്വാമി അതെന്താ അതിനകത്ത് കാണിക്കുന്ന സംഭവം കറുപ്പുസ്വാമി ഇതാണല്ലോ കാണിക്കുന്നത്. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്കും അത് ഓക്കെ, അതൊരു അത് പ്രതിമ ബിംബം അല്ലെങ്കിൽ ഒരു വിഗ്രഹ പ്രതിഷ്ഠ അങ്ങനത്തെ രീതിക്കാണ് ഈ സാധനം ഉള്ളത്. അപ്പം അതിനെ കുറച്ച് എന്താ പറയുക എന്താ അവൾ കറങ്ങിയൊക്കെ പോകണം ആനിമേറ്റഡ് ഇതിലും മറ്റും കാണിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. അതായത് സിനിമ ഞാൻ പറയട്ടെ നടക്കാന്ന് വെച്ചാൽ ലിഫ്റ്റാണ് നടന്നത്. നമുക്ക് പറയാവുന്ന പിള്ളേർ ലിഫ്റ്റാണ്. അതായത് ഞാൻ പറയട്ടെ, നമുക്ക് എന്താ പറയുക, ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കഥ അല്ലെങ്കിൽ ഇതൊരു ഫിക്ഷൻ കഥ, ആ ഒരു സംഭവം നടന്നതായിട്ടും നടന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നത് ഒരു ഫിക്ഷൻ എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. അപ്പം അത് കാണിക്കുന്നതിന് കുറച്ച് എന്താ പറയുക, ഈ എന്താണ് ഇത് പറയാൻ പറ്റിയിട്ടുണ്ടല്ലോ, ഈ ആനിമേഷൻസും സംഭവം കാണിച്ചാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ, അതിൻ്റെ ഒരു പവർ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയും കാണിക്കേണ്ട കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാണിക്കേണ്ട കുറേ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ആൾക്കാർ പലരും ഉടായ്പ് കാന്താരെന്നും പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട്. പക്ഷേ കാന്താര വേറെ ഇത് വേറെയാണ്. രണ്ട് സംഭവങ്ങളാണ്. ഇത് തമിഴ്നാട്ടിൽ ഉള്ള ഒരു സംഭവമാണിത്. ഇങ്ങനത്തെ പുള്ളിക്കാരിങ്ങനെ വരുമെന്നുള്ള വിശ്വാസം ഉള്ളതാണ്. പക്ഷേ സൂര്യയുടെ അഭിനയമാളും ഇന്ദ്രൻ സേറ്റിൻ്റെ അഭിനയമാണ് അതിനകത്ത് ഒരു രക്ഷയില്ല. ഇന്ദ്രൻ സേറ്റിൻ്റെ അഭിനയം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയാണല്ലോ പുള്ളിക്കാരൻ്റെത്. അങ്ങനത്തെ അഭിനയം തന്നെ പുള്ളിക്കാരൻ. പിന്നെ എടുത്ത് പറയേണ്ടതായ കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കും എന്നുള്ളൊരിതുണ്ടല്ലോ. പിന്നെ സൂര്യയുടെയൊക്കെ പെർഫോമൻസും അതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പടമാണ്. നമ്മൾ പടം കാണുന്നത് എന്തിനാണ് ഗൈസ്? ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ പടം കാണുന്നത് എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ആ എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. അത് ഭയങ്കരമായിട്ടുണ്ട്, നല്ല രീതിക്കുണ്ട് ഈ പടം. എന്ത് പറയുന്നത് അവിടെ മുറിച്ച് നിനക്ക് ഉണ്ട് എന്താ തോന്നിയേ? വൺ ടൈം വാച്ചാണ്. എന്താ പറയാ, എങ്ങോട്ടാണ് നടക്കണ്ടേ? അത് ഞാൻ നോക്കുന്നു. അങ്ങനെ പറയടാ പറ. വൺ ടൈം വാച്ച് തന്നെ മെയിനായിട്ട്. പിന്നെ വൺ ടൈം മാച്ചുകള് എന്റർടൈൻ ആയില്ലേ? ആ ഇമോഷൻസും കാര്യങ്ങളും കണക്ട് ആയില്ലേ? തമിഴ്നാട്ടിൽ അവരൊരു ദൈവത്തിന്റെ ഒരു ചെറിയ ഇത്, പക്ഷെ എന്നാൽ അതില് ബാക്കി സിനിമയല്ലേ, അതിനൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവർ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട്. അല്ലാണ്ട് ഈ എന്താ പറയാ, ദൈവത്തിന് ഇത് മാത്രം വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോരാന്ന് ഉറപ്പായിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചോണ്ട് ആ ഫിലിമായി വന്നു. അല്ലെങ്കിൽ നോർമൽ നമ്മൾ എന്താ പറയാ, ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് അതിലേക്ക് പോകുന്നേ ഉള്ളൂ. ഫിലിമായി വരൂലേ ഇത്. ഫിലിമായി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ എൻട്രിയും പിന്നെ അതുപോലെ ആ ഒരു എന്താ പറയാ ആ കേസ് പരിഹരിക്കുന്നതായിട്ടൊരിത്. അയ്യോ അല്ല, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയുന്നത്, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഒരു ഫിക്ഷൻ കഥയാണല്ലോ ഈ സംഭവം വരുന്നത്. ആ ഫിക്ഷൻ കഥ സ്റ്റോറിയാണല്ലോ വരുന്നത്. സ്റ്റോറി ടെല്ലിങ് ഒരു കഥയാണല്ലോ സിനിമയായിട്ട് വരുന്നത്. ആ കഥ വരുമ്പോഴത്തേക്ക് അതിനകത്ത് പല കാര്യങ്ങളുണ്ടാവും, പല ഇതും ഉണ്ടാവും. അപ്പം അതിൻ്റെ രീതിക്ക് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ സിനിമ കാണുന്നതും കഥ വായിക്കുന്നത് നിങ്ങൾ റിയാലിറ്റി ആയിട്ട് വരാൻ വേണ്ടിയല്ലോ. അപ്പം സിനിമയിലല്ലേ നമ്മുടെ ലൈഫല്ലേ. അപ്പം നമ്മൾ കാണുക, നമുക്ക് കണ്ടിട്ട് നമുക്ക് ആ ഇമോഷൻസ് കണക്ട് ആവുന്നുണ്ടോ നോക്കുക, നമുക്ക് ആ കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവും, എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആവും. ആ സിനിമ കണ്ട് നമ്മൾ ആ സിനിമക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതൊക്കെ കൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് പല ആൾക്കാർ നെഗറ്റീവ് പറയുന്ന കേട്ട് നിങ്ങൾ നിൽക്കരുത്. പടം സീരിയസ്ലി ഞാൻ പറയട്ടെ, വൺ ടൈം വാച്ചുകൾ എന്തായാലും ഉണ്ട്. ഒരു ഫാൻ ബൈ മൂവ്മെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ സൂര്യയുടെ ഭയങ്കര മാസ് പെർഫോമൻസും അതും ഇതൊക്കെ ആയിട്ട് കുറേ ഇത് വാച്ച് ചെയ്യാനുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല രീതിക്കുണ്ട്. നിങ്ങൾ എന്തായാലും പോയി കാണണം. ഞാൻ പടത്തിൻ്റെ റിവ്യൂ നിങ്ങൾ കേട്ടല്ലോ, സംഭവം നിങ്ങൾ പോയി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഭിപ്രായത്തിന് യോജിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണുക എന്നുള്ളതല്ല. നെഗറ്റീവ് ഒന്നുമില്ല അതിനകത്ത്. കുറച്ച് സംഭവങ്ങൾ അത് ആനിമേഷൻ ടൈപ്പൊക്കെ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അത് അനിവാര്യമായതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാലേ കഥ മുമ്പോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. സോ നമ്മൾ പടം കഴിഞ്ഞ് സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ അവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ മെട്രോ ഹബ് എന്ന് പറഞ്ഞ കട തുടങ്ങിയിട്ടുള്ള അവിടെ പേര് ചായയും കുടിച്ച് നമ്മൾ പിരിയുകയാണ്.
ഇന്ന് ഞാൻ പിരിയുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് പിരിഞ്ഞ് ഞാൻ എന്ന് വരുമെന്ന് കാര്യത്തിൽ അറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ മെട്രോ ഹബിലേക്ക് പോകാം. മുർഷി പുറത്താണ് വണ്ടി ചെയ്യാൻ, അപ്പോൾ വണ്ടി എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എനിക്കിന്ന് നാളെ രാവിലെ പോവുകയും വേണം. സോ ചെന്ന് കിടന്നാലും ഉറക്കം വരത്തില്ല, ഒരു ടൈം ആകൊണ്ട് ഉറക്കം വരത്തില്ല. സോ ഒന്ന് മെട്രോ ഹബിലേക്ക് പോയി ചായ കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പം മുർഷിയേ ചാച്ച, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. പറയുകയാണോ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ബൈ. 2 ആഴ്ച മിക്കവാറും ഞാൻ വായിച്ചപ്പോ പിന്നെ തിരിച്ചു തരും, അത് പറയാൻ പറ്റൂല. ലൂപ്പിലാണ് നിങ്ങൾ വരേണ്ടത്. വന്നിരിക്കും നോക്കാം. 3 or 4 5 days maximum. ഓക്കെ, വന്നില്ലെങ്കിൽ നമ്മള് ചാത്തൻ വരുത്തിക്കുമല്ലേ? ഓക്കെ, നോക്കാൻ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് വിടട്ടെ. എനിക്ക് രാവിലെ പോകണം. അവിടെ പോട്ടെ, ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ എന്തിനാ വിടട്ടെ ഇവിടുന്ന്. ബൈ ദ ലൂപ്പേ. ഈ ലൂപ്പിലേക്ക് എന്നെ കുറച്ച് ദിവസത്തേക്ക് തിരിച്ചുകൊണ്ടിരില്ലേ, കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ബൈ ബൈ ലൂപ്പേ. ഇപ്പോൾ കേസില്ല അപ്ലോഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിരിക്കുകയാണ്. ഇപ്പം സമയം 3 മണി 3:15 ഇനിയിപ്പോൾ നേരെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവുക, കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് പോകണം. അവിടെ ഫംഗ്ഷൻ ഉണ്ടോ, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ എന്തിനു പോകണം. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഏതാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ലൂപ്പിലേക്ക് തിരിച്ചു വരില്ല, ഈശ്വര അവിടെ തന്നെ. ഓക്കെ, ബൈ.